അമേരിക്കൻ വിമാനങ്ങൾ കുവൈറ്റിൽ വെടിവെച്ച് വീഴ്ത്തിയത് കുവൈറ്റികൾ തന്നെ എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചില സമയത്തൊക്കെ രസകരമായിരിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. ആദ്യം ഒരു വിമാനം തകർന്ന് താഴെ വീഴുകയായിരുന്നു. യുദ്ധവിമാനം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ യുദ്ധമുഖത്ത് തകർന്ന് വീഴാത്ത അത്ര ശക്തിയുള്ള വിമാനമാണ് താഴെ വീണത്. അതിൽ തന്നെ വലിയ രീതിയിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇറാൻ മിസൈൽ വിട്ട ശേഷമാണ് മിസൈൽ പറ്റിയിട്ടാണ് യുദ്ധവിമാനം താഴെ വീണത് എന്ന് പറഞ്ഞു. F-15 ഈ നമ്പറിലുള്ള അതിശക്തമായിരിക്കുന്ന മിസൈലാണ് അത് വീണു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അതിന് മുമ്പ് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുമില്ല. അപ്പോൾ അതിനുശേഷം തുടരെ ഏകദേശം 10-ലധികം യുദ്ധവിമാനങ്ങൾ 1 ആയിട്ട് കൊല ഒടിഞ്ഞ് വീഴുന്ന പോലെയാണ് കുവൈത്തിൽ വീണ് നിലം പൊത്തിയത്. അപ്പോൾ ഇത് ടെക്നിക്കൽ എററാണ്, മറ്റുള്ള 2-3 കാരണങ്ങളൊക്കെയാണ് അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് എങ്കിലും ഇപ്പോൾ പുറത്തു വരുന്നത് കുവൈറ്റുകൾ തന്നെ വെടിവെച്ചിട്ടതാണ് എന്നുള്ളതാണ്. അഥവാ ആന്തരികമായ രീതിയിൽ കുവൈറ്റ് ജനങ്ങളും അതല്ലെങ്കിൽ സൗദി ജനങ്ങൾ, അറേബ്യൻ ജനങ്ങളെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഈ നയനിലപാടുകൾക്ക് വിപരീത ദിശയിലാണ് ചിന്തിക്കുന്നത് എന്ന് ചുരുക്കം. ഒരിക്കൽ പോലും അവർക്ക് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇറാന് നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസം സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതാണ്. അത് മുറിഞ്ഞു വീണു എന്ന് മാത്രമല്ല, അതിൻ്റെ 2 ദിവസം മുമ്പാണ് തിങ്കളാഴ്ച ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വിയന്നയിൽ അവസാന ഘട്ടം ചേരാൻ വേണ്ടിയിട്ട് അമേരിക്കയും ഇറാനും അതോടൊപ്പം തന്നെ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയിട്ട് ഒമാനും തീരുമാനിച്ചു. 2 ദിവസം മുമ്പ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഇറാൻ ആക്രമിച്ചു. ഇറാൻ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചതിക്കപ്പെട്ടു എന്നുള്ളതാണ്. വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തന കാര്യങ്ങളൊക്കെ ചെയ്തത്. ഏറെക്കുറെ സഹകരണാടിസ്ഥാനത്തിൽ തങ്ങൾ നീങ്ങിയിട്ടുണ്ട്, എന്നാൽ തങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത്. അതിനോടനുബന്ധിച്ചാണ് അവരുടെ ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തുന്നത്. അതോടുകൂടി അത് യുദ്ധത്തിൻ്റെ മറ്റൊരു തലം തുറന്നു എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീടുള്ളത് നിയന്ത്രണം വിട്ട തരത്തിലുള്ള ഒരു വെപ്രാളം പിടിച്ച രീതിയിലുള്ള ഇടപെടലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മതം പൊട്ടിയ ആന ചെയ്യുന്ന അതേ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തിരിക്കുന്നത് എന്ന് ചുരുക്കം. അതിന് 2 ദിവസം കഴിഞ്ഞതോടുകൂടി പിന്നീട് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ 70% അമേരിക്കയുടെ സൈനിക ബേസും തകർത്തിട്ടുണ്ട്. അത് റിപ്പോർട്ട് വളരെ അപൂർവമായിട്ടേ പുറത്തു വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ ഏകദേശം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് 4 രാജ്യങ്ങളിലാണ് അമേരിക്കയ്ക്ക് എയർബേസ് കാര്യമായിട്ടുള്ളത്. അതിലൊന്ന് ഖത്തറാണ്. ഖത്തർ പറയാം, UAE പറയാം, കുവൈറ്റ്, ബഹ്റൈൻ. ഈ 4 രാജ്യങ്ങളിലാണ് അമേരിക്കയ്ക്ക് ബേസ് ആയിട്ടുള്ളത്. സൗദി അറേബ്യയിൽ അൽഖർജിൽ പ്രവർത്തിക്കുന്ന ഈ കിങ് സൽമാൻ എയർബേസ് എന്ന് പറയുന്നത് ഒരു വാടക എയർബേസാണ്. അത് താൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് വാടക എന്ന തരത്തിൽ കൊടുക്കുന്നതാണ്. അവിടുത്തെ എല്ലാ നിയന്ത്രണവും സൗദി സർക്കാരിനാണ്, സൗദി ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് വരുന്ന വിമാനവും തിരിച്ചു പോകുന്ന വിമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ സൗദി സർക്കാരിന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്നുള്ള നിയമമാണ്. അതിനുശേഷം മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പറ്റൂ. നേരെ മറിച്ച് ഖത്തറിലോ ബഹ്റൈനിലോ ഈ മേഖലയിലുള്ള UAEയിലോ കുവൈറ്റിലോ ഒക്കെ ഉള്ള മേഖലയിൽ അമേരിക്കയുടെ ബേസിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരത് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ച് തിരിച്ചു പോരുന്ന വിമാനത്തെക്കുറിച്ചൊന്നും യാതൊരു കണക്കും സർക്കാരിനുണ്ടാവില്ല. സർക്കാർക്ക് അത് അന്വേഷിക്കാനും പറ്റില്ല. അത് പറ്റാത്ത വിധമാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയത് എന്ന് ചുരുക്കം. അപ്പോൾ ഇതാണ് അവിടുത്തെ ബേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പോൾ ഇതിൽ ഇറാനെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ച് പ്രത്യേകിച്ച് റമദാൻ മാസം അത്തരം ഒരു പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് സങ്കടകരമായിരിക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ ഈ എല്ലാ എയർബേസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലൊക്കെ പല അക്രമം നടത്തുന്നതിലെല്ലാം പേര് ഇറാൻ്റെത് പറയുകയാണെങ്കിലും പലതും ഈ പ്രാദേശിക തലത്തിലുള്ള അക്രമം നടത്തുന്നുണ്ട് എന്നുള്ള സംശയമാണ്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യത്തിൽ സൗദി അറേബ്യക്കാണ് വൈകാരികപരമായി ചിന്തിക്കുന്നവരും മതപരമായ രീതിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ.
എന്നാൽ അവിടുത്തെ ഗവൺമെൻറ് ആ സമയത്ത് ഇറാഖിൻ്റെ ആക്രമണത്തോടനുബന്ധിച്ച് രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയുടെ സഹായം തേടിയതോടനുബന്ധിച്ച് പിന്നീട് അവർ സൈനിക ബേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്നതാണ്. രണ്ടാം ലോക യുദ്ധത്തിൽ നമുക്കറിയാം ജപ്പാനിൽ പോലും അമേരിക്കയ്ക്ക് സൈനിക ബേസ് ഇപ്പോൾ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും ബൃഹത്തായിരിക്കുന്ന, വിപുലമായിരിക്കുന്ന സംവിധാനമുള്ള രാജ്യമായിരുന്നു ജപ്പാൻ രണ്ടാം ലോക യുദ്ധം വരെ. രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടുകൂടി പിന്നീട് അവിടെ ആധിപത്യം ഉണ്ടായത് അമേരിക്കയുടേതാണ്. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനത്തെ അവിടെ പ്രതിഷ്ഠിക്കുകയും ഏകദേശം 100 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജപ്പാൻ്റെ പ്രദേശം അമേരിക്ക പിടിച്ചെടുത്തുകൊണ്ട് അവിടെ സൈനിക ആസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു. അതിപ്പോഴും ഉണ്ട്. ഇറാനെ കഴിഞ്ഞ പ്രാവശ്യം ആക്രമിച്ചത് ജപ്പാനിലെ എയർപോർട്ട് വഴിയാണ്. അവരുടെ സൈനിക ബേസിൽ നിന്നാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഉയർന്നു പൊന്തിയിട്ട് ഈ ഇറാൻ്റെ ആണവായുധ കേന്ദ്രത്തെ ആക്രമിച്ചത്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നല്ല ഉയർന്നു പൊന്തിയത് എന്ന് ചുരുക്കം. പിന്നീട് ഒരിക്കലും പ്രൗഢമായിരിക്കുന്ന ഒരു സ്ഥിതി സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടോ ആയുധം കേന്ദ്രീകരിച്ചുകൊണ്ടോ ജപ്പാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് അമേരിക്കയും ജപ്പാനും സഖ്യകക്ഷികളാണ്. അവിടേക്കെത്തി ആണവായുധമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഏറെക്കുറെ 2.25 ലക്ഷം ആളുകളെയാണ് ഒരു സമയത്ത് അമേരിക്ക കൊന്നത്. ജപ്പാൻ അത് മറക്കേണ്ടി വന്നു എന്ന് ചുരുക്കം. സർവാധിപത്യം മേലങ്കി അണിയുന്ന സമയത്ത് ഏറെക്കുറെ രാഷ്ട്രതലവന്മാർ മാറി ചിന്തിക്കും എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ കുവൈത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏത് തരത്തിലാണ് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ പൊടുന്നനെ വീഴുന്നത് എന്നുള്ളത് അന്വേഷിച്ച് ഒരു തലയും കിട്ടിയിട്ടില്ല. 1-2 വിമാനമൊക്കെ ഇറാൻ്റെ സൈനിക ആക്രമണത്തിലാണ് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ 12ഓളം വിമാനം അങ്ങനെ വീഴില്ല എന്ന് പറഞ്ഞ സമയത്താണ് വൈകാരികമായി ചിന്തിക്കുന്ന കുവൈറ്റുകൾ തന്നെ വെടിവെച്ച് തള്ളിട്ടു എന്ന് മാത്രമല്ല അവർ ആനന്ദം കൊള്ളുന്നു എന്നുള്ളതാണ്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി അതിൻ്റെ പൈലറ്റുമാർ താഴെ വീഴുന്നു. താഴെ ഇറങ്ങിയതിന് ശേഷം ഈ പൈലറ്റുമാരെ ടിക്കിയിലെടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോകുന്നത് അവിടുത്തെ കുവൈറ്റുകൾ തന്നെയാണ്. അവർ നല്ലോണം പെരുമാറിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല. അങ്ങനെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ അവർ പറയുന്ന ന്യായീകരണം ഇങ്ങനെയാണ്: ഇറാനികളാണ് ഇറാൻ്റെ പൈലറ്റാണ് എന്ന് കരുതിയിട്ടാണ് തങ്ങൾ അടിച്ചത് എന്നുള്ള ന്യായീകരണം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ജീവൻ അപായത്തിൽ മഹാഭാഗ്യത്തിൽ രക്ഷപ്പെടുന്നു, താഴെ വീഴുന്നു, കുവൈറ്റിൽ പിടിക്കുന്നു, നല്ലോണം പെരുമാറുന്നു, അങ്ങനെ ആശുപത്രി കൊണ്ടുപോയിടുന്നു. ഇങ്ങനത്തെ സംഭവം ഒന്നിലധികം തവണ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇറാൻ യഥാർത്ഥത്തിൽ കുവൈറ്റിനെയോ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെയോ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആ രാജ്യത്തിലെ പൗരന്മാർ വല്ലാത്ത രീതിയിൽ ആഹ്ലാദരാണ്. അങ്ങനെ വേണം. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ സർവാധിപത്യം ഉണ്ടാക്കുക, നീതിയും മനുഷ്യത്വരഹിതവുമായിരിക്കുന്ന ആക്രമണം നടത്തുക, പിഞ്ചു കുട്ടികളെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുക. 165ഓളം കുട്ടികളാണ് ഇറാനിലിപ്പോൾ ഈ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഹോസ്റ്റലിൽ 12-13 വയസ്സുള്ള കുട്ടികളെ കൂട്ടക്കൊല ചെയ്തത്. അതിന് വേണ്ടിയിട്ട് അവരെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈതാനം പോലെയുള്ള ഒരു പ്രദേശത്ത് ഖബറുണ്ടാക്കി വെച്ചതിൻ്റെ വൈകാരിക ചിത്രങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയാണ്. ഇതിന് സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാക്കി കൊടുക്കുന്നത് അമേരിക്കയാണ്. ആ അമേരിക്കയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത് അറേബ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ 100% ഇറാനോടൊപ്പമാണ് എന്ന് പറയുന്നതിൽ പോലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ അതായത് ജനപിന്തുണ യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാരണത്താലാണ് അറേബ്യൻ രാജ്യങ്ങൾ സൈനികമായ രീതിയിൽ ഇറാൻ്റെ വിഷയത്തിൽ ഇടപെടാത്തത് എന്നും നമുക്കിതിനിടെ കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, 2 യുദ്ധവിമാനങ്ങളൊക്കെ വെടിവെച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അത് അവർ സ്വയം പ്രതിരോധിക്കുകയാണ് എന്ന് മാത്രം.